ഹലോ മിസ്റ്റർ ഗരീന. പറയ് ഹലോ. അപ്പൊ നിങ്ങൾ എന്താണ് ഫ്രീ ഫയർ ഇന്ത്യ കൊണ്ടുവരാത്തത്? ഫ്രീ ഫയർ ഇന്ത്യ കൊണ്ടുവരാൻ 2 വർഷമായി. നിങ്ങൾ എന്താണ് ഫ്രീ ഫയർ ഇന്ത്യ ഇപ്പോഴും കൊണ്ടുവരാത്തത്? അത് പിന്നെ അത് കുറച്ച് പെൻറ്റീനായിട്ട് എടുക്കാണ്. അത് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യമൊക്കെ ചെയ്യാൻ. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു MS ധോണിക്കുള്ള പ്രശ്നമില്ല. അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഗെയിമിൻ്റെ ഉള്ളിൽ ഞാൻ ആഡാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ MS ധോണി കൊളാബറേഷൻ ആഡാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ MS ധോണി കൊളാബറേഷൻ എപ്പോ വരും? അതിന്റെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ എന്താ സംസാരിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലുള്ള പുതിയതായിട്ട് വരാൻ പോണ നമ്മളെ തലാക്കേട്ടറിൻ്റെ ഇവൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇത് വരുമോ, അതെപ്പോൾ വരും, അതിൽ എന്തൊക്കെ റിവാർഡ്സ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക, എങ്ങനെ കിട്ടും എന്നൊക്കെ നമുക്ക് ഈ വീട്ടിലോട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന റെഡീം കോഡ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ രണ്ട് കമൻറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, 2 ആൾക്കാർ മാത്രമേ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് 10-15 കമൻറ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ രണ്ട് കമൻറ്റ് ഉള്ളതുകൊണ്ട് കമൻറ്റ് വിക്കർ വഴി തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റൂല. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 2 പേർക്കും റെഡീം കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിന്നറായി 2 പേരും ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റെഡീം കോഡ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ വിളിക്കുന്ന നാളെ തന്നെ ഒരു മിസ്റ്റർ ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ 2 നൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ 90% കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. 90% ഒന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കൊരു 80% 70% കിട്ടുകയാണെങ്കിലും നല്ലൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ ഈ ടോക്കൺസ് ക്രേറ്റ് ഒക്കെ ഉണ്ടാവും, പിന്നെ കുറച്ച് വൗച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ ഒരു ഇമോട്ട് വരുന്നുണ്ട്, പിന്നെ മെയിനായിട്ടൊരു ബണ്ടിൽ വരുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ ടീമിലാണ് ബണ്ടിൽ വരുന്നത്. കുഴപ്പമില്ലാത്ത നല്ല ബണ്ടിൽ തന്നെയാണ്. പിന്നെ ഇമോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇമോട്ട് വരുന്ന അറിയില്ല, എന്തായാലും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഇമോട്ട് വരുന്നത്. അപ്പോൾ ഈ റിമോട്ടിനൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മെയിൻ മാറ്ററിലേക്ക് പോകാം. അപ്പോൾ കഥ ആരംഭിക്കുന്നത് 1-2 വർഷം മുമ്പാണ്. നമുക്കറിയാം നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഫ്രീ ഫയർ ഇന്ത്യ വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് ഒരു കൺഫേം ആക്കിയത് കൊണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പിന്നെ കുറേ മാസങ്ങളും കഴിഞ്ഞും തോറും ഈ ഫ്രീ ഫയർ ഇന്ത്യയും വരുന്നില്ല. പിന്നെ ഒരു MS ധോണി കൊളാബറേഷനും ആ ടൈമിൽ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ അനൗൺസ്മെന്റും വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് MS ധോണിയുടെ ഇവന്റിൽ കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ഈ ഒരു ഇവന്റ് വന്നിട്ടേ ഇല്ല കുറേ വർഷം കഴിഞ്ഞു. പിന്നെ ഇപ്പോഴാണ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിൽ MS ധോണി കൊളാബറേഷൻ 100% കൺഫേം ആയിട്ടുണ്ട് ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആക്കി വെച്ചിട്ടുണ്ട്. ബാനറും കുറച്ച് അവതാറൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് വരാൻ പോകുന്നത് ഒരു അവതാറുണ്ട്. നമ്മുടെ MS ധോണിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് പുതിയ ക്യാരക്ടറിൻ്റെ അവതാറ്, പിന്നെ ബാനർ, പിന്നെ തരക്കേടിലെ കൊള്ളാം എന്ന് പറയാം. നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലൂട്ട് ബോക്സ് ആണോ അതോ സ്കൈ ബോർഡാണെന്ന് അറിയാൻ പറ്റില്ല, എന്തൊരു സാധനം വന്നിട്ടുണ്ട്. അതും നല്ല തീമിലൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊള്ളാം. പിന്നെ മെയിനായിട്ടൊരു ഇമോട്ട് വരുന്നുണ്ട്. നമ്മുടെ MS ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമോട്ട് അവർ ആഡാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ഇമോട്ട് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് നല്ല ക്രിക്കറ്റിൻ്റെ ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കുന്ന ഒരു ഇമോട്ടാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇമോട്ടൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു ഇമോട്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമോട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്തായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ്. ബൈക്കിൻ്റെ സ്കിന്നും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ബൈക്കിൻ്റെ സ്കിന്ന് കുറച്ച് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇഫക്റ്റ് കൊടുത്തിട്ട് തലകേട്ടറെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണാനും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ക്യാരക്ടറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ബൈക്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കൊരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് വരുന്നത്. ഗ്ലൂ വാളിൻ്റെ സ്കിൻ അടിപൊളിയായിട്ടുണ്ട്. OP ലെവൽ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്, നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗ്ലൂ വാളൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ഷീൽഡ് പോലെയാണ് തോന്നിയിരിക്കുന്നത്. ഗെയിമിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിൻ നല്ല വെറൈറ്റി ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ക്ലാരിറ്റിയും ഗുമ്മൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഗ്ലൂ വാൾ ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് അതിന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഇവർ തലകാറ്ററിൻ്റെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ആഡാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ലൂട്ട് ബോക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ക്യാരക്ടറാണ് തല ക്യാരക്ടർ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഒരു ആഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് തലയുടെ കൊളാബറേഷൻ എപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തായാലും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കൊളാബറേഷൻ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. 100% കൺഫേമാണ്. ഒന്നല്ലെങ്കിൽ മെയ് മാസത്തിനുള്ളിൽ വരില്ലെങ്കിൽ OB49 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ്. എന്തായാലും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് 100% കിട്ടിയിരിക്കുന്ന ലീക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കൊളാബറേഷൻ വരുന്നുണ്ട് തലയുടെ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാളണ്ട സ്കിൻ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ലൂട്ട് ബോക്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും. തലക്കായിട്ട് എന്തായാലും ഫ്രീ ആയിട്ട് തന്നെ കിട്ടായിരിക്കുക. പിന്നെ പെയ്ഡ് ഇവന്റിലായിരിക്കും ഇമോട്ടും നമ്മുടെ ഗ്ലൂ വാൾഡർ സ്കിന്നൊക്കെ വരിക. ഡയമണ്ട് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സേവ് ആക്കി വെച്ചിരിക്കുക. തലകേട്ടറൊക്കെ വരുന്നുണ്ട്, അടിപൊളി ഇവൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നടക്കണ ലോക്കൽ ഇവൻറ്റിൽ നിന്ന് പങ്കെടുക്കാണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന MS ധോണിയുടെ ക്യാരക്ടറിന്റെ പേര് എന്താണെന്ന് ജസ്റ്റ് അതിന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യണവർ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക, വാച്ച് ചെയ്യണവരൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റ് ബുക്ക് വേണ്ടി തരേണ്ടവർക്ക് 2 പേർക്കെങ്കിലും റെഡിയും കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.